ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ഇന്നിപ്പോൾ സാറ്റർഡേ അല്ലേ? സാറ്റർഡേ. ഓക്കെ, നമുക്ക് അടുത്ത ഒരു 72 hours എന്ന് വെച്ചാൽ മൺഡേയുടെ അല്ലേ? ഓക്കെ, 48 ഓക്കെ, ഒരു മൺഡേ ട്യൂസ്ഡേക്കുള്ളിൽ 72 മണിക്കൂറിൽ, അടുത്ത 72 മണിക്കൂറിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നടക്കാനുള്ള കാര്യങ്ങൾ എന്തായിരിക്കും നമുക്ക് നോക്കാം. ഓക്കെ, ഇത് നമുക്ക് ഓൾമോസ്റ്റ് വളരെ അടുത്തുള്ള എനർജി ആയതുകൊണ്ട് നമുക്ക് ഇത് നടക്കും എന്ന രീതിയിൽ അത്രയും നമുക്ക് ഒരു അക്യുറേറ്റ് ആയിട്ട് പറയാൻ ശ്രമിക്കാം. ഓക്കെ, പറയാൻ കിട്ടും. ഓക്കെ, നമുക്ക് നോക്കാം എത്രത്തോളം നിങ്ങൾക്ക് ആർക്കൊക്കെ എന്തൊക്കെ ഇതിൽ സംഭവിക്കും എന്നുള്ളത് നമുക്ക് നോക്കാമല്ലോ. ഓക്കെ, ലെറ്റ്സ് സീ. അപ്പം നെക്സ്റ്റ് 72 hours നിങ്ങൾക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത്? എന്തെങ്കിലും നല്ല കാര്യങ്ങളാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, എന്താ വരാൻ പോകുന്നത്? 8 of Pentacles ആണ്, 10 of Cups, 8 of Wands, 2 of Pentacles, Page of Pentacles. വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത്. Queen of Earth, 4 of Cups, 3 of Pentacles and 3 of Swords. Actually, yes, ഞാൻ വിചാരിച്ച പോലെ തന്നെ ഒരു നല്ല കാര്യമാണ് എന്തായാലും കാണുന്നത്. നമ്മൾ പോസിറ്റീവായിട്ട് വരണം എന്ന് പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് ഞാൻ എടുത്തത്. ഓക്കെ, പോസിറ്റീവായിട്ട് തന്നെയാണ് ഇവിടെ എനിക്ക് കിട്ടിയിട്ടുള്ളത്. 1-2 കാർഡ്സ് നെഗറ്റീവ് ഉണ്ട്, പക്ഷെ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. നിങ്ങളൊരു ഹാർട്ട് ബ്രേക്ക് നിന്ന് പുറത്തു വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. അതായത് നിങ്ങളുടെ ഒരു മാറ്റം. ഇന്നലത്തെ റീഡിങ്ങും ഇങ്ങനെയായിരുന്നു, ഓർമ്മയില്ല, ചില സമയത്ത് ഞാൻ മറക്കും അങ്ങനെ. ഓക്കെ, എന്തായാലും നിങ്ങളൊരു വിഷമം മുൻപ് എന്തെങ്കിലും ഒരു സാഡ്നെസ്സിൽ നിങ്ങൾ ഇരുന്നിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഐ തിങ്ക് നിങ്ങൾ ഇരുന്നതായിട്ട് ഇപ്പോഴും മേ ബി വല്ല സാഡ്നെസ്സിലായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് എന്തോ നഷ്ടപ്പെട്ട പോലെ, അല്ലെങ്കിൽ നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആണ്, നിങ്ങൾക്ക് ഒന്നിലൊരു താല്പര്യം തോന്നുന്നില്ല, നിങ്ങൾക്ക് ആഗ്രഹിച്ച പോലെ എന്തോ കിട്ടാതെ പോയിട്ടുണ്ട്, അതിൻ്റെ ഒരു ഡിസപ്പോയിൻമെൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. ഓക്കെ, ഒന്നിലും താല്പര്യമില്ലാത്തൊരു ഫീലിങ്ങിലേക്കാണ് ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്നത്. കാരണം എവിടെയോ നിങ്ങൾക്കൊരു വിഷമം തട്ടിയിട്ടുണ്ട്, എന്തോ ഒരു നിങ്ങൾക്ക് വേദനിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അത് എന്ത് കാര്യവും ആവാം. അപ്പോൾ നിങ്ങളുടെ ലൈഫ് അനുസരിച്ച് നിങ്ങൾ ആലോചിക്കുക. വളരെയധികം നിങ്ങളെ വേദനിപ്പിക്കുന്നത് ചിലവർക്ക് ഫൈനാൻഷ്യൽ കാര്യങ്ങളായിരിക്കും, ജോലിയുടെ വലുതുമായിരിക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹിച്ചത് നടന്നില്ല എന്ന രീതിയിൽ പറയാം. അതിപ്പോൾ പണം റിലേറ്റഡ് കൂടുതൽ കാണുന്നുണ്ട് ഇവിടെ, അതുകൊണ്ടാണ്. ഫൈനാൻഷ്യൽ കാര്യങ്ങൾ എന്തെങ്കിലും ആയിരിക്കാം, നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ വന്നില്ല എന്ന രീതിയിലായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലും പറയാം. കാരണം ഇവിടെ 10 of Cups ഉണ്ട്, ഫാമിലി എന്ന് പറയാം. വീട്ടിലെന്തെങ്കിലും പ്രശ്നങ്ങൾ, ഫാമിലിയുടെ എന്തെങ്കിലും ഇഷ്യൂസ്, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം നിങ്ങൾക്ക് വേദന ഉണ്ടാക്കുന്നത്. ലൈക്ക് ഈവൻ റിലേഷൻഷിപ്സ്, നിങ്ങൾ ഏതെങ്കിലും പേഴ്സണായിട്ട് റിലേഷൻഷിപ്പ്, അങ്ങനത്തെ ഒരുപാട്. കാരണം നമ്മൾ എപ്പോഴും പ്രോബ്ലം എന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ടൈപ്പ് ആയിരിക്കും. ചിലവർക്ക് നിങ്ങൾ ഫൈനാൻഷ്യലി എന്തെങ്കിലും ഇപ്പം അനുഭവിക്കുന്നുണ്ടാവാം, ചിലവർക്ക് റിലേഷൻഷിപ്പിൽ അനുഭവിക്കുന്നുണ്ടാവാം, ചിലവർക്ക് ജസ്റ്റ് നമ്മൾ പഠിത്തത്തിൽ എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ടെൻഷൻ ആയിരിക്കും അല്ലേ? ഓക്കെ, നമുക്കത് ഓവറോൾ പക്ഷേ യെസ്, ഇപ്പം നിങ്ങൾ അങ്ങനത്തെ ഒരു ലെവലിലാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ ഒരു വിഷമം, ഒരു മാനസികമായിട്ട് നിങ്ങൾ ഡൗൺ ആണ്. ഓക്കെ, മേ ബി ഇന്നത്തെ ദിവസം നിങ്ങൾ അത് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഒരു എനർജി ഡൗൺ ആണ് നിങ്ങളുടെ. ഓക്കെ, എന്തോ നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു, അത് വന്നില്ല, അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട് എനിക്ക്. പക്ഷെ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, നിങ്ങൾ കാത്തിരുന്ന കാര്യം വരാൻ പോകുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ നെക്സ്റ്റ് 72 hours ആണ് പിക്ക് ചെയ്യുന്നത്. മേ ബി നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഓഫർ ലെറ്റർ ആവാം, ജോലിയുടെ ഓഫർ ആവാം, ഫൈനാൻഷ്യൽ കാര്യങ്ങളാവാം, എന്തെങ്കിലും വെയിറ്റ് ചെയ്തിരുന്ന ലൈക്ക് എന്തെങ്കിലും ഫൈനാൻഷ്യൽ അപ്രൂവൽ എന്തെങ്കിലും വരാൻ, അല്ലെങ്കിൽ എവിടെയെങ്കിലും പണം കുറച്ച് കിട്ടാനുണ്ടെങ്കിൽ അത് കിട്ടാൻ. പേജ് ഓഫ് കപ്സും ഉണ്ട്. സോ മേ ബി റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറയാം, കമ്മിറ്റ്മെൻറ്റിനുള്ള കാര്യം. ഇവിടെ കിങ് ഓഫ് പെൻറ്റിക്കിൾസും ഉണ്ട്. ഓക്കെ, സോ ചിലവർക്ക് നിങ്ങളൊരു മാരേജ് കമ്മിറ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യം, ഒരു പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് റൊമാൻറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ വരും എന്ന് പറയാം. ആൻഡ് ഇവിടെ ജോലിയുടെ കാര്യത്തിലാണെങ്കിലും ശരി, നിങ്ങൾക്കൊരു പേഴ്സൻ്റെ ഒരു ജോലി സ്ഥലത്ത് നിന്ന് ഒരു ഓഫർ ലെറ്റർ വരിക, അല്ലെങ്കിൽ ഒരു നിങ്ങൾ അപ്ലിക്കേഷൻ കൊടുത്തത് അതിന് ഇൻ്റർവ്യൂവിന് വിളിക്കുക, എന്തെങ്കിലും ഇൻ്റർവ്യൂ കോൾ വരാം. പഠിക്കാനുള്ള കാര്യത്തിന് നിങ്ങൾ എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അപ്രൂവൽ വരാം. സോ അങ്ങനെ പല കാര്യങ്ങൾ, ലോൺ അപ്രൂവൽ, എന്ത് തന്നെ ഒരു ലെറ്റർ വരുന്ന പോലെ. ലെറ്റർ വരിക എന്ന് പറഞ്ഞാൽ ഇമെയിൽ വരാം, കോൾ വരാം, ടെക്സ്റ്റ് വരാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സന്ദേശം കിട്ടാം, നിങ്ങൾക്കൊരു മെസ്സേജ് കിട്ടും ദറ്റ് ഓക്കെ കാര്യങ്ങൾ ശരിയായി, ബെറ്ററായി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന ഓഫർ വരുന്നു എന്ന രീതിക്കൊക്കെ ഒരു ലെറ്റർ വരുന്നതായിട്ട്. ഓക്കെ, ആരോ കൊണ്ടുവരുന്നതായിട്ട് കാണുന്നുണ്ട്, പക്ഷെ അങ്ങനെ എടുക്കണ്ട. അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് ലൈക്ക് വരുന്നു എന്ന് പറയാം, ഒരു മെസ്സേജ് വരുന്നു, ഒരു ഇൻഫർമേഷൻ വരുന്നു. ചിലപ്പോൾ ഒരു ഇൻഫർമേഷൻ ആയിരിക്കാം, എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ വെയിറ്റ് ചെയ്ത് ഒരു കുറച്ച് കാര്യങ്ങൾ അറിയാനുണ്ട് എന്ന് നിങ്ങൾ വെയിറ്റിംഗിൻ്റെ ആ മെസ്സേജ് ആയിരിക്കാം.
ആൻഡ് ഇവിടെ ഓക്കെ ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. ഇവിടെ എനിക്ക് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും. പക്ഷെ അതിന് ഓക്കെ, അതായത് മേ ബി നിങ്ങൾ ഓൾറെഡി അതിൽ വേണ്ടത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവാം. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ ചിലവർക്ക് മണി ഇൻവെസ്റ്റ്മെന്റ് ആണ് ഇവിടെ കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ എഫേർട്സ് നിങ്ങൾ ഒരുപാട് ഇപ്പം നമ്മൾ ജോലിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടി പഠിച്ച് പ്രിപ്പയർ ചെയ്ത് എല്ലാം വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. അല്ലെങ്കിൽ ഇപ്പം നമ്മൾ മണി ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ മേ ബി നിങ്ങൾ ബിസിനസ്സിലോ വേറെ എന്തെങ്കിലും കാര്യത്തിനൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും മണി ഇൻവെസ്റ്റ്മെന്റ് വേണമെങ്കിൽ അത് ചെയ്തിട്ടുണ്ടാവാം. നിങ്ങൾ ഇവിടെ ഒരുപാട് നിങ്ങൾ എഫേർട്ട് ഇട്ടതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഓൾറെഡി നിങ്ങൾ എഫേർട്ട് ഇട്ടു, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും നിങ്ങൾ ഇത്രയും വിഷമിക്കുന്നത്. കാരണം ഞാൻ ഒരുപാട് ട്രൈ ചെയ്തതാണ്, ഓൾറെഡി ഞാൻ പറ്റുന്നത്ര എഫേർട്ട്സ് ഇട്ടിട്ടുണ്ട് എന്ന് നിങ്ങൾ അതിൻ്റെ ആയിരിക്കും ഒരു വിഷമം നിങ്ങൾക്ക്. എന്നിട്ടും കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് തോന്നലായിരിക്കാം. ബട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഓക്കെ, നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് ഒരു ഹാപ്പിനെസ് വരുന്നുണ്ട് എന്നാണ്. നിങ്ങൾക്ക് ഇപ്പം തോന്നും ദാറ്റ് കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് തോന്നാം. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഐ തിങ്ക് കൺഫ്യൂഷനും ആവുന്നുണ്ട് ദാറ്റ് ഇത് ഞാൻ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യണോ അതോ ഞാൻ മൂവ് ഓൺ ചെയ്യണോ, അങ്ങനെ മീൻസ് വിട്ട് കളയണോ, നമ്മൾ ഇതിൽ ഹോപ്പ് വെക്കണ്ട എന്ന രീതിയിൽ വിട്ട് കളയണോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. കൺഫ്യൂഷൻ ഉണ്ട് ഇവിടെ ഓക്കെ. ബട്ട് ഐ തിങ്ക് നിങ്ങളുടെ ടാലൻസ് ഓക്കെ, നിങ്ങളുടെ ചെയ്ത എഫേർട്ടിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് റെക്കഗ്നീഷൻ കിട്ടുമെന്നാണ് എനിക്ക് കാണുന്നത്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് അഗൈൻ ഗ്രോത്ത് കാണുന്നുണ്ട് ഓക്കെ. നിങ്ങളുടെ ലൈഫിൽ ഒരു ഗ്രോത്ത് വരുന്നതായിട്ട്, അതായത് ഇപ്പോൾ അത് മണി അബണ്ടൻസിൻ്റെ കാര്യമാണ്, നിങ്ങളുടെ ജോലിയിൽ പ്രൊമോഷൻ്റെ കാര്യമാണ്, ജസ്റ്റ് ജോലി കിട്ടുക എന്ന രീതിയിലും പറയാം. ഒരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ ഒരു ഗ്രോത്ത് ആണ് എനിക്ക് കാണുന്നത്. നിങ്ങളിട്ട എഫേർട്ട് ഒരിക്കലും നിങ്ങൾക്ക് വേസ്റ്റ് ആവില്ല ഓക്കെ. അതൊരിക്കലും നിങ്ങൾക്ക് തോന്നുന്നത് ഇത് കിട്ടില്ല എനിക്ക്, അല്ലെങ്കിൽ ഇത് നടക്കില്ല, ഞാൻ എന്ത് ചെയ്തിട്ടും പോരാ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വിഷമത്തിലാണ് നിങ്ങളെ കാണുന്നത്. ബട്ട് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളിട്ട എഫേർട്സിന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് വരും എന്നാണ്. ആൻഡ് ഇവിടെ ഹാപ്പി ഫാമിലി എന്ന രീതിയിലും കാണുന്നുണ്ട്. അതായത് ഫാമിലിയിലൊരു സന്തോഷം വരുന്ന കാര്യങ്ങളായിരിക്കാം. എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ കാര്യങ്ങൾ ആഗ്രഹങ്ങൾ നടക്കുമ്പോൾ അല്ലേ, നമുക്കൊരു സന്തോഷമായിട്ട് ഫാമിലിയുടെ കൂടെ സന്തോഷമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാം. അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു നിങ്ങളുടെ ഉള്ളിലെ ഹാപ്പിനെസ് എന്ന രീതിക്കും പറയാം. നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടും ഹാപ്പി ആയിട്ടും നിങ്ങൾ ഫീൽ ചെയ്യാൻ പോകുന്നുണ്ട്. ഒരു ആക്ച്വലി പെട്ടെന്ന് വിചാരിക്കാതെ കാര്യങ്ങൾ നടക്കും എന്നാണ് എനിക്ക് കാണുന്നത് ഓക്കെ. നിങ്ങൾ ഹോപ്പ് കൈവിടും ഓൾമോസ്റ്റ് ഓക്കെ. നിങ്ങൾ വിചാരിക്കും ഇതിനി നടക്കില്ല, എന്തിൻ്റെ കാര്യത്തിലായാലും ഓക്കെ, റിലേഷൻഷിപ്പിലായാലും അത് ബെറ്റർ ആവില്ല എന്ന് തോന്നുന്നുണ്ടാവാം. ഫാമിലിയിലായാലും സിറ്റുവേഷൻ വളരെ വേഴ്സ് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് തോന്നാം. അവിടെയും നിങ്ങൾക്ക് വിഷമങ്ങളെ കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എത്ര എഫേർട്ട് ഇട്ടിട്ടും കാര്യമില്ല, ഏതിലായാലും ഓക്കെ അതിൽ കാര്യമില്ല എന്ന് നിങ്ങൾക്ക് തോന്നും. ബട്ട് ഇവിടെ യൂണിവേഴ്സ് ഇവിടെ പറയുന്നത് പെട്ടെന്ന് നിങ്ങൾ വിചാരിക്കാതെ ചിലപ്പോൾ ചില കാര്യങ്ങൾ നടക്കും ഓക്കെ. അത് ഈ മണ്ടേക്ക് നമ്മളിപ്പോൾ നോക്കുന്നത് 72 hours ഞാൻ പറഞ്ഞു, ഒരു നെക്സ്റ്റ് 3 days ഉള്ളിൽ എന്നെടുക്കാം, 2 to 3 days ഓക്കെ. അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ ഒരു മൂവ്മെൻറ്റ് നിങ്ങൾക്ക് കാണും, ഒരു മാറ്റം നിങ്ങൾക്ക് കാണും, പ്രതീക്ഷിക്കാതെ കാണും ഓക്കെ. അതിപ്പോൾ ചിലവർക്ക് ലിറ്ററൽ യാത്ര എന്ന് പറയാം ഓക്കെ. അപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ ഇവിടെ മെസ്സേജ് വരുന്ന കാര്യം, നിങ്ങൾ എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് അത് കിട്ടിയിട്ട് നിങ്ങളൊരു സ്ഥലം മാറ്റം, ജോലി മാറ്റം, അങ്ങനത്തെ കാര്യങ്ങൾ വരാം. ട്രാവലിംഗ് ഉണ്ടാവാം ചിലവർക്ക്. ഇതൊരു ഫാസ്റ്റ് മൂവിങ് ആണ് പറയുന്നത്. ഒരു ആക്ഷൻ നിങ്ങൾ എടുക്കേണ്ടി വരും. ചിലപ്പോൾ ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ മൂവ് ചെയ്യാൻ തുടങ്ങും ഓക്കെ. നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നത് കുറേ സ്റ്റക്കായി എന്ന് തോന്നിയത്, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്തിരുന്ന ഒരു കാര്യം അതിലൊരു മൂവ്മെൻറ്റ് നിങ്ങൾക്ക് കാണും എന്നാണ്. അതിപ്പം നമ്മൾ ഈ 72 hours തീർച്ചയായിട്ടും നമ്മളിങ്ങനെ ഒരു പോസിറ്റീവായിട്ട് നമ്മൾ അതിന് വേണ്ടി സ്പെഷ്യലായിട്ട് ആ എനർജി ആ രീതിക്ക് നമ്മൾ കണക്കാക്കിയിട്ടാണ് ചോദിക്കുന്നത്. മണി കാര്യത്തിൽ എനിക്ക് ഒരുപാട് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പൈസ കിട്ടാനുള്ള സാധ്യതയാണ് ഓക്കെ. മേ ബി എവിടെയെങ്കിലും ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചിലപ്പോൾ മണി കിട്ടാം, അങ്ങനെ ആവാം. നിങ്ങൾ എഫേർട്ട് ഇട്ട സ്ഥലത്ത് നിന്ന് തന്നെ ആവണമെന്നില്ല ഓക്കെ. നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് തന്നെ ആവണമെന്നില്ല. ചിലപ്പോൾ എവിടെയെങ്കിലും വേറെ പെട്ടെന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പണത്തിൻ്റെ കാര്യങ്ങൾ വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും വരാം ഓക്കെ. എന്തെങ്കിലും മെസ്സേജസ് വരാം. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഡിഫറെൻ്റ് ആയിരിക്കാം നിങ്ങളുടെ ലൈഫ് അനുസരിച്ച്. ഒരു സഡൻ ആയിരിക്കും പക്ഷേ ഓക്കെ. നിങ്ങൾ ഐ തിങ്ക് പ്രതീക്ഷ കൈവിടും. ഓൾമോസ്റ്റ് പ്രതീക്ഷ കൈവിട്ട ഒരു അവസ്ഥ എത്തുമ്പോഴാണ് നിങ്ങൾക്കത് വരാൻ പോകുന്നത് ഓക്കെ. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് സന്തോഷമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും ഓക്കെ. സോ അഗെയിൻ ഇവിടെ പ്രൊമോഷൻ, ചിലപ്പോൾ പെട്ടെന്ന് ഒരു പ്രൊമോഷൻ കിട്ടുക, ജോലി കിട്ടുക, അങ്ങനെയാവാം ഓക്കെ. ആൻഡ് പഠിക്കാൻ വല്ലതും പോകണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നടക്കും. ഐ തിങ്ക് എല്ലാം കൊണ്ടും ഓക്കെ എനിക്കൊരു പോസിറ്റീവായിട്ട് ഫാമിലി ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതും സോൾവ് ആവാനുള്ള ഒരു സാധ്യതയാണ്. ഹാപ്പി ഫാമിലി എന്ന രീതി കാണുന്നുണ്ട് ഓക്കെ. യെസ്, ഇവിടെ എന്തായാലും സന്തോഷങ്ങൾ വരുന്നു എന്നാണ്. 3 of cups ആണ് എന്ന് വെച്ചാൽ ഹാപ്പിനെസ് ആണ്, ഒരു സെലിബ്രേഷൻ്റെ കാര്യമാണ്. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും വീട്ടിലൊരു ഹാപ്പിനെസ് ഫീൽ ചെയ്ത് ആ ഒരു സെലിബ്രേഷൻ തന്നെ വരാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ അത്രത്തോളം നിങ്ങൾ ഹാപ്പി ആവാനുള്ള സാധ്യതയാണ്. നിങ്ങളൊരു ആഗ്രഹം നടക്കുമെന്നാണ് പറയുന്നത്. 9 of cups എനർജിയാണ്. സോ യെസ്, നല്ല തന്നെയാണ്, പോസിറ്റീവായിട്ടാണ് കാണുന്നത്. നമുക്ക് വിത്തിൻ 72 hours നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്ന, നിങ്ങൾ ഹോപ്പ് കൈവിട്ട ഒരു കാര്യം ഓക്കെ നിങ്ങൾക്ക് വരും എന്ന് നമുക്ക് പറയാം ഓക്കെ. ക്ലെയിം ചെയ്യുക, പോസിറ്റീവായിട്ട് ക്ലെയിം ചെയ്യുക. നടക്കും എന്ന് മനസ്സിൽ ഉറപ്പിച്ച് വിശ്വസിക്കുക. എങ്ങനെ നടക്കും, എന്ത് നടക്കും, ക്വസ്റ്റ്യൻ ചെയ്യരുത്. യൂണിവേഴ്സിനെ ക്വസ്റ്റ്യൻ ചെയ്യരുത് ഓക്കെ. യൂണിവേഴ്സിൻ്റെ കയ്യിൽ എല്ലാം ഉണ്ട്, നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഉണ്ട്. അതിൻ്റെതായ ഒരു ഡിവൈൻ ടൈമിൽ നിങ്ങളുടെ കയ്യിൽ അത് എത്തും ഓക്കെ. അങ്ങനെ ഒരു ട്രസ്റ്റ് നിങ്ങൾ വെക്കുക.
എംബ്രേസിങ് എന്നാണ് വരുന്നത്. ഫ്രീഡം, ഓപ്പൺനെസ്, ഫ്ലോ ആൻഡ് പ്യൂരിറ്റി. ഇതെപ്പോഴും വരും. വണ്ടേഴ്സ്, ലോ, കറേജ്. ഓക്കെ, ട്രാൻസ്ഫോർമേഷൻ. ഒരു ട്രാൻസ്ഫോർമേഷൻ വരുന്ന കാര്യമാണ് നമ്മൾ 8 ഓഫ് വൺസിൽ പറയുമ്പോൾ നമുക്കൊരു മാറ്റം, ഒരു സ്ഥലം മാറ്റം, ജോലി മാറ്റം, അങ്ങനത്തെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. പക്ഷെ അതല്ലാതെ ഒരു ട്രാൻസ്ഫോർമേഷനുമാണ്, സമയത്തിൻ്റെ ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ, നിങ്ങളിലൊരു മാറ്റം വരുന്നു, അതും ആവാം. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ വരുന്നു എന്ന് കൂടിയാണ്. ഓക്കെ, 8 ഓഫ് വൺസ് ഞാൻ പറയാൻ പറഞ്ഞു, കമ്മ്യൂണിക്കേഷൻ വരുന്ന കാര്യമാണ്. ഫാസ്റ്റ് മൂവ്മെൻ്റ് ആണ്, ചിലർക്ക് ട്രാവൽ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ എന്ന രീതിയിലൊക്കെ പറയാം. സോറി, കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എന്തെങ്കിലും നിങ്ങൾ സ്റ്റക്കായിരുന്ന കമ്മ്യൂണിക്കേഷൻ വരുന്നതായിരിക്കാം. എനിക്ക് ഇപ്പോഴും നല്ല ത്രോട്ട് ഇതാകുന്നുണ്ട്. ഓക്കെ, ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ എന്തായാലും ഒരു മാറ്റം എന്ന രീതിക്കാണ് പറയുന്നത്. സോറി, എനിക്ക് സംസാരിക്കാനേ കിട്ടുന്നില്ല. ഓക്കെ, എംബ്രേസിങ് ഫ്രീഡം. ഓക്കെ, നിങ്ങൾ മൈൻഡ് ഓപ്പൺ ആക്കി വെക്കുക. ഓക്കെ, ഓപ്പൺ ടു റിസീവ് ബ്ലെസ്സിങ്സ് എന്ന രീതിയിലാണ് നമ്മൾ പറയാം. അതായത് നിങ്ങൾക്ക് വരാനുള്ള ബ്ലെസ്സിങ്സ് നിങ്ങൾ വളരെയധികം മൈൻഡ് ഓപ്പൺ ആക്കി വെക്കുക. എന്നിട്ട് എന്തും നിങ്ങൾ അർഹരാണ് കിട്ടാൻ. ഓക്കെ, എന്ന് മാത്രമല്ല നിങ്ങൾക്ക് വന്നിരിക്കും എന്ന ഒരു ഓപ്പൺ മൈൻഡോടെ നിങ്ങൾ ട്രസ്റ്റ് വെക്കാം. ഓക്കെ, ആൻഡ് എംബ്രേസിങ് എന്ന് പറയുന്നുണ്ട്. എന്താണോ സിറ്റുവേഷൻ അതിനൊന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, എംബ്രേസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണോ അതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്ന രീതിയിൽ പറയാം. ആൻഡ് അത് മാത്രമല്ല, ആക്ച്വലി എന്തൊക്കെയോ എനിക്ക് പോസിറ്റീവായിട്ടൊക്കെ ഒരു ഫീലിംഗ് വരുന്നുണ്ട് ഇതിൽ. എനിവേ, ഫ്രീഡം എന്ന് പറയുന്നുണ്ട്. ഫ്രീഡം എന്ന് പറയുമ്പോൾ ഇത് ഒന്നുമില്ലെങ്കിൽ യാത്രകളുടെ കാര്യമായിരിക്കാം, മാറ്റം, നിങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾ കുറെ കൂടി ഇൻഡിപെൻഡൻ്റ് ആവുന്ന കാര്യമായിരിക്കാം, ജോലിയൊക്കെ കിട്ടി നിങ്ങളുടെ ഒരു ഇൻഡിപെൻഡൻസ് അങ്ങനത്തെ പറയാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രീഡം, നിങ്ങളുടെ മൈൻഡിലെ ചിലപ്പോൾ തോട്ട്സിൻ്റെ ഫ്രീഡം ആയിരിക്കും. അതായത് നിങ്ങൾ ആ നെഗറ്റീവ് തിങ്കിങ് എന്ന് ഒരു മൈൻഡിനെ ഫ്രീ ആക്കുക എന്ന രീതിയിൽ എനിക്ക് തോന്നുന്നുണ്ട്. ഗോ വിത്ത് ദ ഫ്ലോ. ഓക്കെ, എങ്ങനെയാണോ കാര്യങ്ങൾ നടക്കുന്നത് അതങ്ങനെ പോട്ടെ എന്ന് വെച്ച് വിട്ടേക്കാം. ഓക്കെ, നിങ്ങൾ ടെൻഷൻ അടിച്ചോ സ്ട്രെസ് അടിച്ചോ നെഗറ്റീവ് തിങ്കിങ്ങിലേക്ക് പോവാതിരിക്കാം. ആൻഡ് പ്യൂരിറ്റി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ മൈൻഡ് വളരെ പ്യുവറാക്കി വെക്കാം, നിങ്ങളുടെ തോട്ട്സ് പ്യുവറാക്കി വെക്കാം, നിങ്ങളുടെ ഇൻറ്റൻഷൻ പ്യുവറാക്കി വെക്കാം. എന്ന് വെച്ചാൽ ഡൗട്ട്സ് കൊണ്ടുവരണ്ട. ഓക്കെ, ഡൗട്ട്സ് മൈൻഡിൽ വരാതെ വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ ഇത് വെക്കുക. ആൻഡ് നിങ്ങളുടെ ആക്ഷൻസ് എല്ലാം പ്യുവർ ആയിരിക്കണം എപ്പോഴും. ഓക്കെ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ ചെയ്തു പോവാം. ആൻഡ് വണ്ടേഴ്സ് ഉണ്ട്. സോ വണ്ടേഴ്സ് നമ്മൾ അഗെയിൻ മിറക്കിളുടെ കാര്യം, എന്തെങ്കിലും പെട്ടെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കാതെ എന്തെങ്കിലും സംഭവിക്കാനുള്ള സാധ്യതയാണ്. നിങ്ങൾ തന്നെ ചിലപ്പോൾ അതിശയപ്പെട്ടു പോകും. ഓക്കെ, ഇങ്ങനെയൊക്കെ സംഭവിക്കല്ലേ എന്ന് അതിശയപ്പെട്ടു പോകും. ഓക്കെ, ആൻഡ് കറേജ്. യെസ്, നിങ്ങൾ ധൈര്യം വെക്കുക. അവനവൻ്റെ നിങ്ങളുടെ ഉള്ളിൽ ആ കറേജ് ഉണ്ട്, എല്ലാം ഓവർകം ചെയ്യാനുള്ള ധൈര്യം നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഓക്കെ, സോ ആ കറേജ് വെച്ച് നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാം. ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എനിക്ക് വളരെ നന്നായിട്ടൊക്കെ തോന്നുന്നുണ്ട്. എന്തൊക്കെയോ മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, അതിനുവേണ്ടി നിങ്ങളും പോസിറ്റീവായിട്ട് മൈൻഡ് വെക്കുക ഫസ്റ്റ് ഓഫ് ഓൾ. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.